ഇപ്പൊ അരുൺകുമാർ പറയുന്നത് കേൾക്കുമ്പോ ഈ അനന്തപത്മനാഭനും അത് തന്നെ പത്മകുമാറൊന്നും CPM-കാരെ അല്ലാന്ന് തോന്നും. അവരൊന്നും CPM-കാരെ അല്ലാന്ന് തോന്നും. അവര് ഏതാണ്ട് BJP-കാരാണെന്നുള്ള രീതിയിലാണ് ഇപ്പൊ അരുൺകുമാർ പറഞ്ഞു വെക്കുന്നത്. CPM-ന്റെ ഉന്നത നേതൃത്വം ഉൾപ്പെടെ അവർ രാഷ്ട്രീയമായി നിയമിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നു. അരുൺകുമാർ മറുപടി പറയാത്ത ഒട്ടേറെ വിഷയങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഞങ്ങൾ ഉന്നയിച്ചു, ഞാനും രാഹുൽ ഈശ്വറും ഉന്നയിച്ചു. ഇത് ചെമ്പ് എന്ന് മിനിറ്റ്സിൽ എന്തുകൊണ്ട് എഴുതി? അത് ചെമ്പ് പാളി അല്ലായിരുന്നല്ലോ, അത് സ്വർണ്ണമായിരുന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. വിജയ് മാലിയ അത് ചെയ്യുമ്പോൾ തന്നെ ഒരു കള്ളു കച്ചവടക്കാരൻ്റെ സ്പോൺസർഷിപ്പ് ശബരിമലയ്ക്ക് വേണോ എന്നുള്ള രീതിയിൽ പോലും വലിയ ചർച്ചകൾ നടന്നതാണ്. എനിക്കെൻ്റെ കുട്ടിക്കാലമാണ്, പക്ഷെ അപ്പോഴും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വളരെ കൃത്യമായിട്ട് അത് സ്വർണ്ണമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ സ്വർണം ക്ലാഡ് ചെയ്ത ആ ചെമ്പ് എങ്ങനെയാണ് ചെമ്പ് പാളി എന്ന് എഴുതി വെച്ചത്? ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ വീട്ടിൽ സ്വർണം മേടിക്കുമ്പോൾ എന്താ തനി തങ്കമാണോ മേടിക്കുന്നത്? അല്ലല്ലോ, സ്വർണം മേടിക്കുന്നത് മുഴുവൻ ചെമ്പിൽ കൂടി കലർത്തിയാനുള്ള സ്വർണ്ണമാകുന്ന. അപ്പൊ ഇവര് ഞാൻ എൻ്റെ മോതിരം ചെമ്പ് മോതിരമാണെന്ന് പറയുമോ? ഇല്ലല്ലോ, സ്വർണ്ണ മോതിരം അല്ലേ. അപ്പൊ ഇത് എന്തുകൊണ്ട് ചെമ്പ് എന്നെഴുതി? അവിടെ അതിന്റെ ഗൂഢാലോചന തുടങ്ങിക്കഴിഞ്ഞു. ഇനി നോക്കൂ ഒരു കാര്യം, ഈ ഇത്രയും വലിയ സാമ്പത്തികമായ മൂല്യമുള്ള, ആചാരപരമായ മൂല്യമുള്ള, വൈകാരികമായ മൂല്യമുള്ള ഈ സാധനം കൊടുത്തുവിടുമ്പോൾ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ എഴുതിയിരിക്കുന്ന പേരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് ആദായ നികുതി പോലും അടയ്ക്കാത്ത, മറ്റൊരു മാർഗവുമില്ലാത്ത ഒരാൾ ഈ സ്പോൺസർഷിപ്പിന്റെ പേര് ദേവസ്വം ബോർഡ് എന്ത് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏൽപ്പിച്ചത്? ആരെങ്കിലും ഏൽപ്പിച്ചതല്ലോ. ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരുണ്ടല്ലോ. അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ക്രെഡൻഷ്യൽസ് എന്താണെന്ന് അന്വേഷിക്കാതെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പുകാരനാണോ എന്ന് അന്വേഷിക്കാതെ ഇത് ഇത്തരത്തിൽ കൊടുത്തുവിടാൻ പൊതുന്യായമുണ്ട് രാജു. അവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇങ്ങനെ സ്പോൺസർമാരിലൂടെയാണ് എന്ന ഒരു തൊടുന്യായമാണ് പറയുന്നത്. അപ്പൊ പിന്നെ മാനദണ്ഡമില്ലല്ലോ. വേണോ സ്പോൺസർക്ക് സാമ്പത്തികമായ ഭദ്രത വേണ്ടേ? ഇന്ന് നമ്മൾ അറിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറാണോ? അല്ലല്ലോ, തട്ടിപ്പുകാരനല്ലേ. ഇൻകം ടാക്സ് റിട്ടേൺ പോലും ഫയൽ ചെയ്യാത്ത ഒരാൾ സ്പോൺസർ എന്ന രീതിയിൽ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്ത് ഉത്തരവിൽ ആ പേരെഴുതുമ്പോൾ ദേവസ്വം ബോർഡിന് വിജിലൻസ് ഇല്ലേ? ആ വിജിലൻസ് അല്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ ആരാണ് എന്നുള്ളതെങ്കിലും കണ്ടുപിടിക്കണ്ടേ? അപ്പൊ വളരെ കൃത്യമാണ് വേണു, ഇതെല്ലാം CPM ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയ തട്ടിപ്പാണ്. സിനിമയിലെ ശോഭൻ അവതരിപ്പിച്ച ശേഖരന്റെ റോളാണോ പിണറായി വിജയന് എന്ന് പറയണം. അദ്വൈതം സിനിമയിലെ ശോഭൻ അവതരിപ്പിച്ച ശേഖരന്റെ റോളിൽ പിണറായി വിജയൻ നിൽക്കുകയാണ്. ഒരു കാരണവശാൽ CPM മാറാൻ കഴിയില്ല. പിണറായി വിജയൻ നേരിട്ട് ബോധ്യത്തോടുകൂടി ശബരിമലയിൽ കള്ളക്കടത്തിന് വേണ്ടി നേതൃത്വം കൊടുത്തു എന്നാണ് ഇതുവരെ ഒരു FIR രജിസ്റ്റർ ചെയ്യാത്തതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.